സുമ, അവരുടെ ജോലി അതല്ലേ. വളരെ ചെറിയ പ്രായം മുതലേ തെറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞും തന്തയ്ക്ക് വിളി കേട്ടുമൊക്കെ ശീലിച്ചിട്ടുള്ളവരല്ലേ. അവർക്ക് അതുകൊണ്ട് അവരുടെ തള്ളയ്ക്ക് വിളിച്ചാലും തന്തയ്ക്ക് വിളിച്ചാലും പ്രശ്നമില്ല. അതുപോലായിരിക്കും മറ്റുള്ളവരും എന്നവർ വിചാരിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മുറിയന്മാരുടെ കലാപത്തെ കുറിച്ചിട്ടാണല്ലോ വീഡിയോ ചെയ്യാൻ പോകുന്നത്. തെറിയല്ലാതെ പിന്നെ എന്തു വരും? കാരണം ഇവന്റെയൊക്കെ കൊച്ചാപ്പാടെയും മാമാമാരുടെയും മക്കളല്ലേ അവിടെ കിടന്ന് നീ ഉണ്ടാക്കുന്നതെല്ലാം. അതേ ബംഗ്ലാദേശ് തന്നെ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടെന്നും ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അപകടമാണെന്നും വിളിച്ചു പറഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ പൂമാലയിട്ട് സ്വീകരിക്കില്ലല്ലോ. അവർക്ക് എന്തായിരുന്നാലും ആശയപരമായി എന്നെ പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം ആശയങ്ങൾ ഇല്ലല്ലോ, ആയുധമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ആയുധമെടുത്തും എന്നെ പ്രതിരോധിക്കാൻ പറ്റില്ല. ആകെയുള്ള മാർഗം എന്താ? തെറിവിളിയാ. എന്ന് വിളിക്കട്ടെ. സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു വിടും. അത് വേറെ. നിഷാദേ, സുഖമാണ് ഉണ്ണി. ഹായ്. ഇവിടെ ബംഗ്ലാദേശില് വീണ്ടും കലാപം രൂക്ഷിതമായിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം. ഈ മതമൗലികവാദികളുടെ ലക്ഷ്യം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഷെയ്ഖ് ഹസീനയെ പുറത്തിറക്കുക എന്നതു മാത്രമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ചുട്ടുകൊല്ലുന്നത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നത് എന്തിനാ? അപ്പോ അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളാണ്. ഈ പലസ്തീനെ ഇങ്ങനെയാക്കുന്നതിനു വേണ്ടി പ്രയത്നിച്ച പലസ്തീന്റെ രാഷ്ട്രപതിയുടെ പ്രതിമയോട് ഇവർ ചെയ്തത് കണ്ടോ? മൂത്രമൊഴിക്കുക. അതിന്റെ മുകളിൽ കയറി നിന്ന് ഇവർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുക. ചുറ്റികയിട്ടും മറ്റ് മാരകായുധങ്ങൾ ഉപയോഗിച്ചും അതിനെ അടിച്ചു തകർക്കുന്ന ഒരു രാഷ്ട്രപിതാവാണ്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചു, രാജ്യം വിട്ടു. അവരുടെ ലക്ഷ്യം അതാണെങ്കിൽ അതിനകത്ത് ഒതുങ്ങേണ്ടിയിരുന്നില്ലേ? അവരുടെ വസതിയിലേക്ക് ഇരച്ചു കയറി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഫർണിച്ചറുകളും അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും അടക്കം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ജനത. ബംഗ്ലാദേശിലെ ആളുകളുടെ സംസ്കാരം എന്താണ് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുക. ബംഗ്ലാദേശിലെ വൻ കലാപമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ഭരണ പാർട്ടിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് നേതാവിന്റെ ഹോട്ടൽ ജനക്കൂട്ടം തീയിട്ടു. 24 പേർ വെന്തു മരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇനി 240 എന്ന് കണ്ടു തന്നെ അറിയണം. കലാപകാരികൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലായോ? തിങ്കളാഴ്ച രാത്രി ജോഷോർ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരുടെ പ്രതിഷേധം ഷെയ്ഖ് ഹസീനയോട് മാത്രമായിരുന്നില്ല. ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കണം, നമ്മൾ മാത്രം മതി. എന്നാ പിന്നെ അവര് പ്രത്യേകിച്ച് നമുക്കൊരു ശത്രു ഇല്ലെങ്കിൽ നമ്മൾ പരസ്പരം തന്നെ വെട്ടിക്കൊല്ലാമല്ലോ. അവാമി ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയായ ഷാഹിന്റെ ഉടമസ്ഥതയിലുള്ള സാബിർ ഇന്റർനാഷണൽ എന്ന ഹോട്ടലാണ് ജനക്കൂട്ടം തീവച്ചത്. മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ഇന്തോനേഷ്യൻ പൗരനും ഉൾപ്പെടുന്നതായി PTI റിപ്പോർട്ട് ചെയ്തു. ഇതിലേറെ രസകരം, ഇവരെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ സർക്കാർ ശ്രമിക്കുന്നില്ല. എന്തായിരുന്നാലും പട്ടാള ഭരണം ഏറ്റെടുത്തല്ലോ, പട്ടാളം ശ്രമിക്കുന്നില്ല. അവരെ കയറൂരി വിട്ടിരിക്കുവാണ്. സർവ സ്വാതന്ത്ര്യവും നൽകിയ രാജ്യത്ത് എന്തും ചെയ്യാം. ഹോട്ടലിൽ ഇനിയും ഒരുപാട് ആളുകൾ, കുറെ പേര് പാതി വെന്തിട്ടും ഇനിയും
തീയിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് ജീവൻ രക്ഷപ്പെട്ടും ആ ഹോട്ടലിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആര് കയറും അതിനകത്ത്? ഈ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ ബ്രേക്ക് ചെയ്തിട്ട് തിങ്കളാഴ്ച രാത്രിയോടെ ജനക്കൂട്ടം ഹോട്ടലിലെത്തുകയും താഴത്തെ നിലയ്ക്ക് തീയിടുകയുമായിരുന്നു. തീ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വ്യാപിച്ചു. ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല. സമാനമായ നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നു വരുന്നത്. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇതെങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആളിക്കത്തുന്നത്? ഷെയ്ഖ് ഹസീന രാജിവെക്കലാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചു അടങ്ങണ്ടേ? പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉൾപ്പെടെ ജനക്കൂട്ടം ഇരച്ച് കയറി വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിക്കുന്ന വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി. അവരുടെ ജെട്ടിയും ബ്രായും വരെ തൂക്കിയെടുത്ത് പൊതുനിരത്തുകളിൽ ഇവർ ധർണ നടത്തുവാണ്. ഇത്രയ്ക്കും ലൈംഗിക വൈകൃതങ്ങളുണ്ടോ ഇവരുടെ മനസ്സിലെന്ന് വിചാരിക്കരുത്. അതേ ഉള്ളൂ. ഒരുപാട് അവാമി ലീഗ് നേതാക്കളുടെയും പ്രവർത്തികളുടെയും വീടുകള് ജനക്കൂട്ടം തീയിട്ടു. ഭയങ്കരമായ ആക്രമണം അഴിച്ചുവിടുന്നു. പൂർണ്ണമായും ബംഗ്ലാദേശ് അരാജകത്വത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവാമി ലീഗ് പ്രവർത്തകർ, അതായത് ഷെയ്ഖ് ഹസീനയുടെ ഭരണ പാർട്ടി, ആ നേതാക്കളെയും കുടുംബങ്ങളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നു കളയുന്നതിൽ, അവരുടെ വീടുകളിലിട്ട് ജീവനോടെ തീ വയ്ക്കുന്നതിൽ ഇവർക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത്? കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയില് നേതാക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 29 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ട്. അവാമി ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും തിരഞ്ഞു പിടിച്ചാണ് ആക്രമിക്കുന്നത്. നിരവധി പേരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കുകയോ കൊള്ളയടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കുമിലയിൽ ജനക്കൂട്ടം നടത്തിയ ആക്രമണത്തിൽ 11 പേരാണ് തൽക്ഷണം മരിച്ചത്. ഉറുമ്പിനെയും കൊതുകിനെയും ഈച്ചയെയും ഒക്കെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യനെ കൊന്നു കൊലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ. ഇവർക്ക് അവാമി ലീഗുമായി ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ട്. മരണപ്പെട്ടവർക്ക് മുൻ കൗൺസിലർ മുഹമ്മദ് ഷാ ആലമിന്റെ 3 നില വീട് ആക്രമികൾ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് 6 പേർ വീട്ടിനുള്ളിൽ കിടന്ന് തന്നെ മരിച്ചു. അക്രമാസക്തരായി ജനക്കൂട്ടം എത്തുന്നത് കണ്ട് കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർ മുകൾ നിലയിലേക്ക് കയറി രക്ഷപ്പെട്ടു. ഇതോടെ ജനക്കൂട്ടം വീടിന്റെ താഴത്തെ നിലയ്ക്ക് തീയിടുകയായിരുന്നു. ഉള്ളിലുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ ആയുധങ്ങളുമായി കുറെ ആളുകൾ കാവൽ നിൽക്കുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് 6 പേരും മരിച്ചത്. ഇവരുടെ ഈ അഴിഞ്ഞാട്ടത്തിന് ബംഗ്ലാദേശിൽ ഇവർക്ക് തടസ്സമായിരുന്നത് അവാമി ലീഗ് പാർട്ടിയും അതുപോലെ ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രിയുമായിരുന്നു. ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് BJP ആണ്, കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദിയാണ്. ഇനി നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നാളെ വരില്ല എന്നും, ഇന്ത്യയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ന് ബംഗ്ലാദേശ് തീയിട്ടതുപോലെ നാളെ ഈ സ്വതന്ത്ര ഭാരതത്തിന് സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ ഇന്റൻഷനിൽ പ്രവർത്തിക്കുന്നവരാണ്. മനസ്സിലായോ? ഒരു രാജ്യം എങ്ങനെ അധപ്പതിക്കാം കാണിച്ചു തരുവാണെന്ന് ബംഗ്ലാദേശ്. അവാമി ലീഗ് നേതാവിന്റെ ഹോട്ടലിനും ജനക്കൂട്ടം തീയിട്ടു. വിദേശികളടക്കമാണ് 24 പേര് വെന്തു മരിച്ചത്. തിങ്കളാഴ്ച രാത്രി ജോഷോർ ജില്ലയിലാണ് ഹോട്ടലിന് തീയിടുന്നത്. ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിരവധി ആളുകൾ ഗുരുതരമായി പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്ന് ഇവരിൽ പലരും ചികിത്സ പോലും തേടാതെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഭരണകൂടം, അവർക്ക് ഒരു രൂപത്തിലും ഈ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രക്ഷോഭകാരികളായ ആളുകൾ എന്താണ് ആ നാട്ടിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഒരു പുതിയ ക്രിസ്ത്യൻ രാജ്യം പടുത്തുയർത്താൻ വെള്ളക്കാർ ശ്രമം നടത്തുന്നുണ്ട്. തന്റെ പിതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാനെ പോലും ഇവര് കൊന്നു. അതുപോലെ തന്നെ മകളും, അതായത് ഷെയ്ഖ് ഹസീനയും കൊല്ലപ്പെട്ടേക്കും എന്ന് ഷെയ്ഖ് ഹസീന തന്നെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രദേശത്ത് ഒരു വിദേശ രാജ്യത്തെ വ്യോമതാവളം പണിയാൻ അനുവദിച്ചാൽ ജനുവരിയിൽ തനിക്ക് തടസ്സങ്ങളില്ലാതെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു. ഇത് ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി അല്ല എന്നും ഷെയ്ഖ് ഹസീന അന്ന് വെളിപ്പെടുത്തി. എന്നാൽ ഈ പദ്ധതിക്ക് പിന്നിലെ രാജ്യത്തിന്റെ പേര് ഹസീന വെളിപ്പെടുത്തിയില്ല. 2024 മെയ് മാസത്തിൽ പാർട്ടി യോഗത്തിൽ ആമുഖ പ്രസംഗം നടത്തുന്നതിനിടയിലായിരുന്നു ഹസീനയുടെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടന്നത്. ഇതിനിടയിൽ ഹസീനയെ പുറത്താക്കാൻ ലണ്ടൻ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചീഫും ഖാലിദാസിയയുടെ മകനുമായ താരിഖ് റഹ്മാൻ സൗദി അറേബ്യയിൽ വെച്ച് പാകിസ്ഥാൻ ചാര സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവുകളുണ്ട് എന്നായിരുന്നു ബംഗ്ലാദേശി ഇന്റലിജൻസ് ഏജൻസി അവകാശപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് പ്രക്ഷോഭം എങ്ങനെ വേണം എന്നതിനുള്ള ബ്ലൂ പ്രിന്റ് ലണ്ടനിൽ വെച്ച് തയ്യാറാക്കിയത് എന്നായിരുന്നു റിപ്പോർട്ട്. അതിക്രമങ്ങൾക്കിടയിൽ എക്സിൽ നിരവധി ബംഗ്ലാദേശ് ഹാൻഡിലുകൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. 500-ലധികം വിദ്വേഷ പരാമർശങ്ങളാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ഇത്തരം ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചത്. ഇവയിൽ പലതും പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലുകളായിരുന്നു. ഇതും ഇന്റലിജൻസ് ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. രാജിക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിലാണ്. യൂറോപ്പിൽ അഭയം തേടാനായിരുന്നു ഹസീനയുടെ നീക്കം. എന്നാൽ ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകാൻ UK തയ്യാറായില്ല. അഭയം ലഭിക്കുന്നതുവരെ ഹസീന ഹിൻഡൻ വ്യോമതാവളത്തിൽ തുടരും. നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ കഴിയുന്ന ഹസീന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ സഹായം തേടിയേക്കുമെന്നും സൂചനയുണ്ട്. സഹോദരി രഹാനയ്ക്കൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഹസീന ഗാസിയാബാദിലെത്തിയത്. UK പൗരത്വമുള്ള രഹാനയുടെ മകൾ തുലിപ്പ് സിദ്ദീഖ് അവിടെ ലേബർ പാർട്ടി MP ആണ്. ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിയ ഹസീനയ്ക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി സമ്പൂർണമായ സുരക്ഷ വാഗ്ദാനം ചെയ്തു. ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങളിൽ അവിടെ നമ്മുടെ സഹായം എത്തിക്കുക എന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നായേക്കാം. മറ്റൊരു രാജ്യവും അഭയം നൽകാതെ ഒരു സ്ത്രീ പ്രധാനമന്ത്രിയെ ഒരു രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിസ്റ്റ് ഭീകരരും കടന്നാക്രമിക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഒരു സംരക്ഷണം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരാകുന്നത് എന്നൊരു പക്ഷേ ഇന്ത്യ ചിന്തിച്ചിരിക്കാം. ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് നമുക്ക് നൽകുന്ന ഒട്ടനവധി പാഠങ്ങളുണ്ട്. 15 വർഷമായി ബംഗ്ലാദേശിൽ തുടരുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീനയും ബ്രിട്ടീഷ് പൗരത്വമുള്ള സഹോദരി ഷെയ്ഖ് രഹാനയും ഇന്ത്യയിൽ അഭയം തേടുന്നത്. അയൽ രാജ്യമായ ശ്രീലങ്കയിൽ 2022 സമാനമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കാരണം പ്രസിഡന്റ് ഗോതബായ രാജപക്സെ അവർക്ക് മാലദ്വീപിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. ഈ രജപക്സെയും ഹസീനയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അധികാരം ഉറപ്പിച്ചു എന്ന് കരുതിയ ഒരു സന്ദർഭത്തിലാണ് രാജിവെച്ച് രാജ്യം തന്നെ വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്
ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ അധികാര കസേര തെറിപ്പിച്ചതെങ്കിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഹസീനയ്ക്ക് അധികാരവും രാജ്യവും നഷ്ടപ്പെടുന്നത്. ഹസീനയ്ക്ക് നഷ്ടപ്പെടാൻ ആ രാജ്യമുണ്ടായിരുന്നു, ഇവരെ വിശ്വസിച്ച ഒരുപാട് സൈനികരുണ്ടായിരുന്നു, രാജ്യത്തെ പ്രജകളുണ്ടായിരുന്നു. ജനങ്ങളുടെ വികാരമാണ് ഇവിടെ കാരണം. ജനാധിപത്യ സ്വഭാവം ജനങ്ങൾ കൈവിട്ടു. അവർ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീനയെ ആരോപിച്ചു. അഞ്ചാമത്തെ തവണയും, അതായത് 1996 മുതൽ 2001 വരെയും 2009 മുതൽ തുടർച്ചയായും അധികാരമേറിയ സന്ദർഭത്തിൽ അതോടുകൂടി താനാണ് രാഷ്ട്രം എന്ന ഒരു ധാരണയിലേക്ക് ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയിൽ വീണു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഒന്നാമതായി അവര് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കി എന്നാണ് പറയുന്നത്. അസീമേ, ഒരു കാര്യം പോയിട്ടേ ദിവസക്കൂലിയും മാസക്കൂലിയും ഒക്കെ തരപ്പെടുത്തി കൊണ്ടുപോവാട്ടാ. അപ്പൊ ഞാൻ ഗൂഗിൾ പേ തരാം. വേറൊരു തൊഴിലുറപ്പുകാരൻ വന്നിട്ടുണ്ട്. ഫൈസലെ, ഒരു കാര്യം ചെയ്യും, ഇനി മുതലേ സ്ത്രീകളുടെ കൂടെ പോയിക്കോ തൊഴിലുറപ്പിനെ. ചെല ഷിഹാബിന്റെ ഉമ്മ വേശ്യപ്പണിക്ക് പോയിട്ടാണോ ജീവിക്കുന്നേടാ? നിങ്ങൾക്കൊക്കെ അത് തന്നെയാടാ നല്ലത്. നബി കാണിച്ചു തന്ന മാർഗമല്ലേ നിനക്കൊക്കെ പിൻപറ്റാൻ പറ്റൂ. അമലിനെ ആരാടാ വിളിച്ചത്? നിന്നെ ഞാൻ വിളിച്ചു അങ്ങോട്ട് വരാൻ. ബംഗ്ലാദേശിലെ ഇത്തരം ഇസ്ലാമിസ്റ്റ് ഭീകരരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ചിലരുടെ കുരുക്കൾ പൊട്ടി ഒലിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയെ ജനങ്ങൾ വീഴ്ത്തി, പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയതാണ് അവരെ ചൂടിപ്പിച്ചത്. പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNP, ഈ നേതാക്കളെ ഇവർ നിരന്തരം വേട്ടയാടി എന്ന് പറയപ്പെടുന്നു. അഴിമതി കേസിൽ BNP ചെയർമാൻ ഖാലിദാസിയയെ 2018 മുതൽ ജയിലിലടച്ചു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ 40 ലക്ഷം കേസാണ് ചാർജ് ചെയ്തത്. നോബൽ സമ്മാന ജേതാവും ഗ്രാമീണ ബാങ്കിന്റെ ശില്പിയുമായ മുഹമ്മദ് യൂനിസിനെതിരെ പോലും 171 കേസുകളാണ് ചാർജ് ചെയ്യപ്പെട്ടത്. എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നിവരെയും വെറുതെ വിട്ടില്ലത്രേ. അവരിൽ പലരും വിദേശത്തേക്ക് രക്ഷപ്പെട്ടു. മാധ്യമങ്ങളെ സെൻസർഷിപ്പിന് വിധേയമാക്കി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത തകർത്തു. ഇടക്കാല സർക്കാരിനു കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ ആവശ്യം നിരാകരിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും സ്വതന്ത്രവും നീതിപൂർവവുമായി നടത്തുമെന്ന് ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 മാസം ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കിയത് ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ്. അതും ജനങ്ങളെ ചൂടിപ്പിച്ചു. അവസാനമായി ജനുവരി 7-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പ് ഇടക്കാല സർക്കാരിന് കീഴിൽ നടത്തണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. തന്നെയുമല്ല, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയ BNP ജനറൽ സെക്രട്ടറി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ അവരുൾപ്പെടെ 150 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. ഈ സാഹചര്യത്തിലാണ്
BNP ഉൾപ്പെടെ 14 രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയെ നേരത്തെ നിരോധിച്ചതുകൊണ്ട് അവർക്കും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പ്രതിപക്ഷം പങ്കെടുക്കാത്ത തെരഞ്ഞെടുപ്പിലൂടെ നേടിയ വിജയത്തിന് സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ അംഗീകാരവും ഉണ്ടായിരുന്നില്ല. സംവരണ വിരുദ്ധ വികാരത്തേക്കാൾ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. അതോടൊപ്പം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാണിച്ച അലംഭാവവും അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി. ബംഗ്ലാദേശിനെ സാമ്പത്തികമായി കൈപിടിച്ചുയർത്തിയത് ഷെയ്ഖ് ഹസീനയാണ് എന്നതിൽ തർക്കമില്ല. ശ്രീലങ്കയിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ് ബംഗ്ലാദേശിലേത്. ആളോഹരി വരുമാനം, മനുഷ്യ വികസന സൂചിക, സാമ്പത്തിക വളർച്ച, ഇതെല്ലാം ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ന് ബംഗ്ലാദേശ്. ടെക്സ്റ്റൈൽ മേഖലയിൽ ഉണ്ടായ കുതിപ്പ് അത്ഭുതാവഹമാണ്. പക്ഷെ ജനസംഖ്യയിൽ 17 കോടി, അതായത് 20% ആളുകളും തൊഴിലില്ലാതെ അലയുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ജനസംഖ്യയിൽ വലിയ വിഭാഗം യുവജനങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഷെയ്ഖ് ഹസീന പരാജിതയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവരുടെ വിഷയത്തിൽ അലംഭാവം കാണിച്ചു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ സമർത്ഥമായി ഉപയോഗിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു പ്രതികാര വികാരം ഇളക്കിവിടാൻ അവർ ശ്രമിച്ചു. മതനിരപേക്ഷ സ്വഭാവമുള്ള ഹിന്ദു ന്യൂനപക്ഷ പൊതുധാരയോടൊപ്പം അവരെയും നിർത്തി. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ബംഗ്ലാദേശ് വിമോചനത്തെ എതിർത്ത, മതനിരപേക്ഷതയെ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെയും ആവശ്യമായിരുന്നു. ഇടക്കാല സർക്കാരിൽ ഈ ശക്തികൾക്കാണ് പ്രാമുഖ്യം ലഭിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെയും വഷളാക്കും. ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കിയത് സംവരണ വിരുദ്ധ പ്രക്ഷോഭമാണ് എന്ന പൊതു ആശയത്തിൽ ചിലരെങ്കിലും സംശയം ഊന്നുന്നുണ്ട്. 1972 നടപ്പാക്കുകയും 2010 ചെറുമക്കളിലേക്ക് വ്യാപിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി കുടുംബങ്ങൾക്കുള്ള 30% സംവരണം 2018 മുതൽ നിലവിലില്ലാത്തതാണ്. ഇത് പുനഃസ്ഥാപിക്കുന്നതിന് വഴിതെളിക്കുന്ന ഹൈക്കോടതി വിധിയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം വിളിച്ചു വരുത്തിയത്. പക്ഷേ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് സംവരണമേ നൽകണ്ട എന്നല്ല, അത് പരിഷ്കരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കോടതി ചെയ്തതും അതാണ്. 30% സംവരണം 5% കുറച്ചു. മൊത്തം സംവരണം 56% നിന്ന് 7% മാറ്റി. ഇതോടെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിലേക്ക് പിൻവാങ്ങിയതായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ രാജി പ്രധാന ആവശ്യമായി ഉയർത്തി ഞായറാഴ്ചയെ പെട്ടെന്ന് സമരം വീണ്ടും ശക്തമാക്കുന്നതാണ് കണ്ടത്. ഇതിൽ പങ്കെടുത്തവരിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനെതിരായി നിലകൊണ്ട ശക്തികൾ ഉണ്ട് എന്നാണ് ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ സമരത്തിൽ നുഴഞ്ഞു കയറി. ബംഗ്ലാദേശ് വിമോചനത്തെ പാകിസ്ഥാനൊപ്പം ചേർത്ത് എതിർത്തതും ഇവർ തന്നെയായിരുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശിന്റെ ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. പാകിസ്ഥാനോടൊപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നത്. ഇസ്ലാമിക ഭരണം ലക്ഷ്യമിടുന്ന ആളുകൾക്ക് ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുണ്ടാകണമെന്നില്ലല്ലോ, ഉണ്ടാകത്തില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം തന്നെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും വിരുദ്ധമാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് സുരക്ഷിത മാർഗം ഒരുക്കിയ സൈനിക മേധാവിയായ വക്കാർ ഉസ്മാൻ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ BNP, നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ജാതീയ പാർട്ടി HM എർഷാദിന്റെ പാർട്ടി, ഇവരെയൊക്കെ പ്രധാനമായും ക്ഷണിച്ചു. ഇടതുപക്ഷ പുരോഗമന സ്വഭാവമുള്ള വർക്കേഴ്സ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ ക്ഷണിച്ചില്ല. BNP നേതാവ് ഖാലിദ സിയയെ ജയിൽ മോചിതയാക്കുമെന്നും സൈനിക മേധാവി പ്രഖ്യാപിച്ചു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് രൂപീകരിക്കുമെന്ന് പറയുന്ന ഇടക്കാല സർക്കാരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന് തന്നെയാണ്.
ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അമേരിക്കയും ഇവർക്കൊപ്പമാണ് നിൽക്കുന്നത്. ജനുവരിയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തി. ഇസ്ലാമിക രാഷ്ട്രവാദികളുമായി അമേരിക്കൻ ജനപ്രതിനിധികൾ നടത്തിയ ചർച്ച ചെറിയ സംഭവമായി തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യയുമായും ചൈനയുമായും റഷ്യയുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന ഷെയ്ഖ് ഹസീനയെ താഴെ ഇറക്കി തങ്ങൾക്ക് വഴങ്ങുന്ന സർക്കാരിനെ പ്രതിഷ്ഠിക്കാനാണ് അമേരിക്ക ചരടുവലിച്ചത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി ഡോക്ടർ മുഹമ്മദ് യൂനിസും വരുന്നതിനും പിന്നിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനമുണ്ട്. അമേരിക്ക സംഘടിപ്പിച്ച ജനാധിപത്യ ഉച്ചകോടിയിലേക്ക് ഹസീനയെ ക്ഷണിക്കാതിരുന്നതും വാർത്തയാണ്. ബംഗ്ലാദേശിന്റെ വിമോചന സമരക്കാലത്ത് 7ാം കപ്പൽപ്പടയെ അയച്ച് തങ്ങൾ പാകിസ്ഥാൻ പക്ഷത്താണ് എന്ന് പറഞ്ഞ അമേരിക്കയും പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമിയും ധാക്കയിൽ പിടിമുറുക്കുന്നത് ഇന്ത്യൻ താല്പര്യങ്ങളെ ഹനിക്കും. അങ്ങനെ വന്നാൽ അത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടും. അമേരിക്കയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇടപെടലുകളും നുഴഞ്ഞു കയറ്റവും ഒക്കെ ഉണ്ടായെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ ജനാധിപത്യ വിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം തന്നെയാണ് അവരെ ഭരണത്തിൽ നിന്ന് തുരത്തി ഓടിച്ചത് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞു വെക്കുന്നത്. ബംഗ്ലാദേശിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയമാണിത് എന്ന് ബംഗ്ലാദേശ് പറഞ്ഞു വെക്കുന്നു. അതിന് ഉമ്മ സ്വാലിഹായ ആരാടി ഇവിടെ വിളിച്ചത് ചരിത്രം കേൾക്കാൻ? കേട്ടോ? ആരെങ്കിലും വിളിച്ചോ? നീ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രായം കൂടി ഇവിടെ ജനാധിപത്യത്തെ തകർത്ത് അവിടെ മതാധിപത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണ് ഒരു മതസംഘടന പ്രവർത്തിച്ചത് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലായി. ബംഗ്ലാദേശിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരുപാട് പഠിച്ചു, അല്ല ജനങ്ങളെ പഠിപ്പിച്ചു, ലോകരാജ്യങ്ങളെ പഠിപ്പിച്ചു. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർത്ത് അവിടെ മതം എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നതെന്നും ജനാധിപത്യ ഭരണ പ്രതിനിധിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മതം തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഭാഗം എങ്ങനെയായിരിക്കും ഇടപെടുന്നതെന്നും നമ്മൾ പഠിച്ചു. അഫ്ഗാനില് താലിബാനികള് ഭരണം പിടിച്ച സമയത്ത് അവിടെ ഭരണാധികാരികളുടെയൊക്കെ സിംഹാസനത്തിൽ കയറിയിരുന്ന് കള്ളുകുടിച്ചതും ബിരിയാണി തിന്നതും സിഗരറ്റ് വലിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. ബാബു ചിലർ വന്ന് അമ്മയുടെ തൊഴിലും പേരും വിളിക്കുന്നതിന് അവർക്ക് അതേ അറിയൂ, മദ്രസയിൽ പഠിച്ചതല്ലേ, സാരമില്ല, മദ്രസ ബുദ്ധിയാണ്, അവരെ ആ രൂപത്തിൽ തന്നെ വിട്ടാൽ മതി. ഇപ്പോ അപ്പിക്കുപ്പായക്കാരികളും ഇറങ്ങിയിട്ടുണ്ട് തെറിവിളികളുമായി. ഇനി അവളുമാരുടെ ഐഡിയിൽ ഇവന്മാര് തന്നെയാണോ വരുന്നതെന്ന് അറിയില്ല. അവളുമാരും തെറി വിളിക്കാൻ വലിയ പുറകോട്ടൊന്നുമല്ല, അവളുമാരങ്ങ് വിളിച്ചോട്ടെ, പ്രശ്നമൊന്നുമല്ല. ഇപ്പോ ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമിക്കാർ അധികാരം സ്ഥാപിക്കുമ്പോൾ, ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസം കണ്ടോ? അവരുടെ ആരാധനാലയങ്ങൾക്ക് തീയിടുകയും ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ, അവരുടെ വീടുകൾ ഇതൊക്കെ അടിച്ചു തകർക്കുകയും പച്ചയ്ക്ക് തീ കൊളുത്തുകയും ചെയ്യുന്നു. അവരുടെ വാഹനങ്ങൾ, ജനപ്രതിനിധികളായിട്ടുള്ള അന്യമത വിശ്വാസികൾ അവരെയൊക്കെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്ന് മനസ്സിലായോ? ഇസ്ലാം എവിടെയാണോ ആധിപത്യം സ്ഥാപിക്കുന്നത് അവിടെയൊക്കെ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുവാണ്. നമ്മുടെ രാജ്യത്തും ജനാധിപത്യത്തിന് എന്തെങ്കിലും തരത്തിലൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ ഈ മതവിശ്വാസികൾ ഇത് തന്നെയായിരിക്കും അവിടെയും ചെയ്യുന്നത്. മറ്റൊരു രാജ്യവും ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ
ഇന്ത്യ ധൈര്യസമേതം മുന്നോട്ട് വന്നു. അതുവഴി ഒരുപാട് രാജ്യങ്ങളെ, ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഒക്കെ ഇന്ത്യ ശത്രുപക്ഷത്ത് നിർത്തി എന്നത് നേരാണ്. പക്ഷെ അവർക്ക് അഭയം കൊടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി സഞ്ചരിച്ചിരുന്ന ബംഗ്ലാദേശ് എയർഫോഴ്സ് ഉണ്ട്. അത് ഫ്ലൈറ്റ് റഡാർ 24 ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്യപ്പെട്ട വിമാനമായി മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഒരേ സമയം 22,000-ത്തിലധികം ഉപയോക്താക്കൾ അതിന്റെ യാത്രയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടലിൽ നിന്നുള്ള തത്സമയ ഡേറ്റ വരെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ യാത്രയിൽ താല്പര്യം നേടിയതായി കാണിച്ചു. എന്ത് സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ജനങ്ങൾ നെറ്റിലേക്ക് പോകുവാണ്, ഗൂഗിളിൽ തപ്പുവാണ്. ശരിക്ക് റഡാർ സാങ്കേതിക വിദ്യയാണ് ഫ്ലൈറ്റ് ട്രാക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ATC, അതായത് എയർ ട്രാഫിക് കൺട്രോളർ, ഹോറിസോണ്ടൽ സിറ്റുവേഷൻ ഇൻഡിക്കേറ്റർ, ഇതിൽ നിന്നൊക്കെ സഹായം സ്വീകരിക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങൾ പൈലറ്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ സാധാരണ ഉപയോക്താക്കൾക്ക് ട്രാക്കിംഗ് അത്ര ഈസി ആയിട്ട് നടക്കില്ല. ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ അവർ ചില ആപ്പുകളുടെ സഹായം തേടേണ്ടി വരും. ഇതിനായി ചില രീതികളുമുണ്ട്. അതിന്റെ സഹായത്തോടെ ഫ്ലൈറ്റുകളുടെ തത്സമയ ട്രാക്കിംഗ് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന എവിടെയാണ് ലാൻഡ് ചെയ്തത്, ഇന്ത്യയിൽ എവിടെയാണ് ഇറങ്ങിയത് എന്ന് ബംഗ്ലാദേശികൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതല്ലെങ്കിൽ അറിയുമായിരുന്നില്ല. ഇപ്പോ ബംഗ്ലാദേശിന്റെ കോൺസുലേറ്റിലേക്ക് ഇരച്ചു കയറിയ ഈ കലാപകാരികളായ ഭീകരവാദികൾ, ഈ മതം തലച്ചോറിനെ മതിച്ചിരിക്കുന്ന ഈ വിഭാഗം എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കണ്ടു. ന്യൂയോർക്കിലെ കോൺസുലേറ്റിലും കയറി ഉദ്യോഗസ്ഥരെ ബന്ധിച്ചു. ബംഗ്ലാദേശ് സ്ഥാപകനായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രങ്ങൾ എടുത്ത് കളഞ്ഞു, അടിച്ച് തകർത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പ്രചരിപ്പിച്ചു. തൊഴിൽ സംവരണ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് നടന്ന പ്രക്ഷോഭത്തെ തുടർന്ന് തിങ്കളാഴ്ച മുജീബുർ റഹ്മാന്റെ മകൾ കൂടിയായ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ടോടേണ്ടി വരുന്നു. പ്രതിഷേധക്കാർ കോൺസുലേറ്റിലേക്ക് കയറി ബംഗ്ലാദേശ് സ്ഥാപകന്റെ ഛായാചിത്രങ്ങളും മറ്റു വസ്തുക്കളും തകർക്കുന്നു. മറ്റു ചിലർ ബംഗ്ലാദേശ് പതാകയുടെ നിറമുള്ള തൊപ്പി ധരിച്ച് ബഹളമുണ്ടാക്കുന്നു. ഇത്തരം വീഡിയോകളൊക്കെ ഇന്ന് സുലഭമായി സോഷ്യൽ മീഡിയകളിലുണ്ട്. ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രതിഷേധത്തിലൂടെ ആരംഭിച്ച പ്രക്ഷോഭം കലാപത്തിൽ അവസാനിച്ചു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ 77-കാരി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് കലാപകാരികൾ രാജ്യത്ത് അഴിഞ്ഞാടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 100ഓളം പേരാണ് പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇത് ഈ സ്വതന്ത്ര ഭാരതത്തെ ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാളെ ഷെയ്ഖ് ഹസീന നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ നരേന്ദ്രമോദി നിൽക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കണം. ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമികൾ സ്വതന്ത്ര ഭാരതത്തിലും വളർന്നു വരുന്നുണ്ട്. അത് അപകടമാണ് എന്ന് പറയുന്ന വലിയ ഒരു സന്ദേശമാണ് ബംഗ്ലാദേശിന്റെ ഈ സാഹചര്യം ഇന്ത്യക്ക് സമ്മാനിക്കുന്നത്. നന്ദി.